1970 അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരു കോൺടെസ്റ്റ്, ഇപ്പൊ നടത്ത മത്സരം അത് നമ്മൾ എടുക്കാം. ആ ഒരു നടത്ത മത്സരത്തിൽ വിജയിയാവുന്ന ആൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് എന്ത് കൊടുക്കും, പ്രൈസ് ഓൺ ചെയ്തതിന്റെ ഭാഗമായിട്ട് കൊടുക്കുക എമൗണ്ട്. എന്നാൽ ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാര്യം അവർ നടത്ത മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കൊടുക്കും, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് കുറെ റൂൾസും റെഗുലേഷൻസും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ട് വേണം ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്. അപ്പം ഈ 1970 തുടങ്ങി അവർ എല്ലാ വർഷവും ഈ ഒരു മത്സരം കണ്ടക്ട് ചെയ്യും. മിലിറ്ററിയുടെ കീഴിലാണ് ഈ ഒരു മത്സരം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോ ഈ മത്സരം തുടങ്ങിയതിനു ശേഷം 49 പേരടങ്ങുന്ന യുവാക്കളെയാണ് ഇവർ ചൂസ് ചെയ്യുന്നത് ഈ മത്സരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും ഒരേ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അതായത് ഈ പ്രൈസ് വിൻ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രം. അപ്പം ആദ്യം എല്ലാം ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ മത്സരമായിരിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ മത്സരം തുടങ്ങി കുറച്ചുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും മനുഷ്യനാണല്ലോ, നടന്ന് കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാവും, ചിലർക്ക് ഇരിക്കാൻ തോന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് റൂൾസ് വെക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഈ മുഴുവൻ റൂൾസും ഇവരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഇവരിതുപോലെ നടത്തം ഒരാൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വാണിംഗ് കൊടുക്കണം ആൾക്ക്. അതായത് നിങ്ങൾക്ക് ഈ 3 വാണിംഗ് ഉണ്ട്, ഈ 3 വാണിംഗെങ്കിലും ഇതേപോലെ തന്നെ ഈ നിശ്ചിത സ്പീഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ ഈ കോൺടെസ്റ്റിന് പുറത്താക്കപ്പെടുമെന്ന് അവർ ആദ്യം പറയുന്നുള്ളൂ. അങ്ങനെ നടത്തം വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോ ഈ പറഞ്ഞ ഒന്നാമത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയാൾ വീണ്ടും രണ്ടാമത് നിന്നു, മൂന്നാമത് നിന്നു. അതായത് ഒരു വാണിംഗ് കിട്ടി, 2 വാണിംഗ് കിട്ടി, മൂന്നാമത്തെ വാണിംഗ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നേ. വേറൊന്നല്ല, ഇവരുടെ പുറകെ ഈ വെപ്പൺസ് ആയിട്ട് ഈ മിലിറ്ററി ആണെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഒരാൾ ഇവരെ വെടിവെച്ച് കൊന്നു. ഇവരെ വെടിവെച്ച് കൊന്നു എന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവരുടെ അടുത്ത് കൃത്യമായിട്ടൊരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്ന ഈ 49 പേരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളാണ്. അപ്പൊ അത് നിറവേറ്റാൻ വേണ്ടി അവർ ഈ കോൺടെസ്റ്റിൽ പങ്കെടുത്തത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓരോരുത്തർക്കും അവരുടെ ചിലപ്പോൾ ഭാര്യ ഉണ്ടാവാം, അല്ലെങ്കിൽ അമ്മ ഉണ്ടാവാം, അച്ഛനുണ്ടാവാം, കുടുംബം ഉണ്ടാവാം. അപ്പൊ എല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഓരോ ഘട്ടം കഴിയുന്ന സമയത്തും ഇതേപോലെ അവരിൽ ഒരാൾ വീഴുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക. അപ്പോ എല്ലാവരും ആദ്യം ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഈ ഒരു പ്രൈസ് വിൻ ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകെ എന്ത് സംഭവിക്കും, മത്സരം വിൻ ചെയ്യാനൊക്കെ അപ്പുറത്തേക്കായിട്ട് ഇതൊരു സർവൈവൽ എന്ന രീതിയിലേക്ക് അത് മാറുക. അതായത് കാണുന്ന നമ്മൾ പോലും അതായത് അതിശയപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ സ്വയമായിട്ട് നമുക്ക് തോന്നുന്ന പോലെ തോന്നും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഇതെന്ന് ചെന്ന് അവസാനിക്കും. കാര്യം ഒരാൾ ആ ഒരു പ്രൈസ് വിൻ ചെയ്യുള്ളൂ എന്നറിയാം, ഒരാള് അത് ഫിനിഷ് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഈ 49 പേരിലും ഈ 48 പേര് അവരെന്ത് ചെയ്യും, മരണപ്പെടും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ പുറകെ വരുന്ന ഈ മിലിറ്ററി ഗ്യാങ്ങാണെങ്കിൽ അവർക്ക് വേറൊരു ഉദ്ദേശമുണ്ട്, ഇവരെ കൊല്ലുക എന്നൊരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. അതായത് ഓരോരുത്തരെ കൊല്ലുന്ന സമയത്തും അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക കിക്ക് എന്നൊക്കെ പറയുമല്ലോ, അതായത് അടുത്ത ആൾ ആരാണോ എന്നവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരാൾ ഒരു ഗ്യാങ് പുറകെ നടക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഈ 48 പേര്, ഒരാൾ പോയല്ലോ, ഈ 48 പേരുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരാന്തരീക്ഷം. നമ്മളൊരു ഹൊറർ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒത്തിരി ജംപ് സ്കെയർസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇതേപോലെ ഭയം ജനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു റിയൽ ഇവന്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ടെൻഷനിലൂടെ നമുക്കൊരു ഹൊറർ സാധനം കിട്ടുമല്ലോ, ആ ഒരു ഹൊറർ ഫാക്ടർ കിട്ടുമല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീഫൻ കിങ് എന്ന് പറയുന്ന ഒരു ഓതറല്ലേ, അതായത് പുള്ളിയുടെ ഒത്തിരി ബുക്സ് ഇതേപോലെ മൂവീസ് ആയിട്ടും മെയിനായിട്ട് ഹൊറർ മൂവീസ് ആയിട്ടാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ജോണറിൽ വരുന്ന പുള്ളി പണ്ട് എഴുതിയിട്ടൊരു ബുക്കാണത്. ആ ബുക്ക് ഒരു ഫിലിം അഡാപ്റ്റേഷൻ ആയിട്ട് 2025 പുറത്തിറങ്ങി, ലോങ് വാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫിലിമാണത്. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഉള്ള നടത്തമല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓരോ പോയിന്റ് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം നമുക്കൊരു ഐഡിയ ഇല്ല, നടക്കുന്നവർക്ക് ഒരു ഐഡിയ ഇല്ല, പുറകെ നടക്കുന്ന മിലിറ്ററി അങ്ങനെ ഒരു ഐഡിയ ഇല്ല, ആര് നിൽക്കും, ആര് ഇതുപോലെ തന്നെ സർവൈവ് ചെയ്യും, ആരൊക്കെ മരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇത് പോയി നമുക്ക് കിട്ടുന്ന ഒരു ഭീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മളും ഒരാളായിട്ട് മാറുക എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ രീതിക്കാണ് കഥ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ നടക്കാണല്ലോ, ഇതൊരു ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നുമല്ല, തുറസായിട്ടുള്ളൊരു വഴിയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു വഴി എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല, കല്ലുണ്ടാവാം, മണ്ണുണ്ടാവാം, മുള്ളുണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ നടക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കാൻ. പക്ഷെ നടക്കുന്ന ആള് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പോലും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചിന്തിക്കാനുള്ള ഇതില്ല. കാര്യം അവരുടെ പുറകെ ആരാണ്, കൊല്ലാൻ വേണ്ടി നടക്കുന്ന മിലിറ്ററി ഗ്യാങ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗ്യാങ് ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ അവരുടെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയും രക്ഷപ്പെടുക എന്ന് മാത്രമുള്ളതാണ്. പ്രൈസ് ഒക്കെ മില്യൺസ് ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആ പ്രൈസ് കിട്ടുന്ന കാര്യമുണ്ട്. പിന്നെ ഈ സ്റ്റീഫൻ കിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പൊ എഴുതുന്ന ഓരോ കഥയായി കഴിഞ്ഞാലും അതിനകത്ത് ഒരു വ്യത്യസ്തത ഉണ്ടാവും. അതായത് നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ഓരോ ത്രെഡ് എടുത്തിട്ടായിരിക്കും പുള്ളി ആ കഥ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ വ്യത്യസ്തമായിട്ട് ഇത് ശരിക്കും നടന്നൊരു സംഭവം എന്ന് പറയുന്നില്ല, പക്ഷെ നടന്നൊരു സംഭവം പോലെ നമുക്ക് ഇത് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ആ ഒരു ബുക്ക് ഒരു ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത.
അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫിലിം ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം, മറക്കരുത്. അപ്പം ഈ പടം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം എന്തായാലും കണ്ടു നോക്കാം. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടൊരു നല്ലൊരു ഫിലിം എന്തായാലും അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.